ഞാൻ പിന്നെ എല്ലാത്തിനും വിളിച്ച് വൈഡി വാ കാണാൻ വിളിച്ച് ഞാൻ പോകുമ്പോ അലക്സേട്ടൻ അവിടെ തിരിച്ചു പോയി. കോയമ്പത്തൂർ ഷൂട്ടുണ്ട് കുറച്ചാള്. അപ്പൊ അവിടെ എന്നെ അറിയില്ലല്ലായിരിക്കും. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുമ്പോ ഞാൻ കടയിലൊക്കെ ഇങ്ങനെ പോയി ചെന്ന് മേടിക്കുമ്പോ എല്ലാരും ഇങ്ങനെ നോക്കും. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ അവര് കണ്ടുപിടിക്കും. ഒരു സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ എന്നെ മൊത്തം നോക്കിയിട്ട് സാരില്ല അത് മാറിക്കോളോട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടനോട് അഭിനയിക്കണേ തുടരും. അപ്പൊ എനിക്ക് ടെൻഷൻ കാരണം ഇവരെയും കൂട്ടിക്കൊണ്ട് പോയത്. ആദ്യം വരുന്ന സമയത്ത് പൈസ കൊടുക്കുന്നു, പുള്ളി തിരിഞ്ഞു പോകുമ്പോൾ ഒരു നോട്ടം നോക്കണ്ട, അത് സ്ക്രിപ്റ്റിലുണ്ട്. പക്ഷെ ഓട്ടോ കയറിയിട്ട് വീണ്ടും ഒരു കുഞ്ഞൊരു നോട്ടം നോക്കുന്നുണ്ട്, അത് സ്ക്രിപ്റ്റിലില്ല. എനിക്ക് പറയാനറിയില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇറ്റ്സ് എ ഫീലിംഗ്. അശോക് മകനെ വൈബ് തന്ന വൈബല്ല, വൈബ് തന്ന. അഖിൽ എനക്കിത് പാക്കണു, ഞാൻ ഇങ്ങ വന്ന് ഉட்கார்றேன். എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്റ്റാർ ഒരു എങ്ങനെ ചെയ്യും ഇത്, എങ്ങനെ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്രാമത്തെ ഡ്രാഫ്റ്റിലാണ് ഇത്? കറക്റ്റ് ഈ ഒരു പക്കാ സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഡ്രാഫ്റ്റില്ല, കണക്കില്ല. എനിക്ക് അവാർഡ് കിട്ടി എന്തായാലും. എനിക്ക് എൻ്റെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് പോലെ എനിക്കൊരു അവാർഡ് കിട്ടിയ പടം കഴിഞ്ഞ അച്ഛൻ ഇറങ്ങിയപ്പോ അവരവരായിട്ട് തന്നെ നിന്നാ മതി, റെസ്പെക്ട് ചെയ്യാ, അതൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മളെക്കാളും സ്പെഷ്യലാണ് അവര്. എല്ലാ ക്യാരക്ടറോടും നമ്മൾ 100% ഇട്ടിട്ടാ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ പാളിപ്പോവും, നമ്മൾ ഉദ്ദേശിച്ചായിരിക്കില്ല വർക്ക് ആവുന്നത്, ചിലത് വർക്ക് ആവും. വിറ്റ്ലിഗോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈറ്റ് പാച്ച് ഇൻ യുവർ സോൾ. ബോഡി അല്ല, സോൾ.